ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ 15ാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പലതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം സൈനും കോസും ചെയ്ത് അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി പ്രധാനപ്പെട്ടാണ് ടാൻ. ഇത് മൂന്നെണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സൈൻ, കോസ്, ടാൻ. അപ്പോൾ ഇത് മൂന്നെണ്ണം കഴിഞ്ഞിട്ട് വരുന്നതാണ് കോട്ടും കൊസീക്കും സീക്കും. അപ്പം ഈ രണ്ടാമത് പറഞ്ഞ 3 സെറ്റിനെക്കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പറഞ്ഞ 3 സെറ്റാണ് സൈൻ, കോസ്, ടാൻ. അതിൽ 2 ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ കാണുക. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു ടാൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മളോട് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എന്തിനെയാണോ നമുക്ക് ഡെറിവേറ്റീവ് കാണേണ്ടത് അതിനെ എഫ് എന്ന് വിളിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കിവിടെ ടാൻ്റെയാണ് ഡെറിവേറ്റീവ് വേണ്ടത്. അപ്പോൾ ടാന് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കും. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും ടാൻ എക്സ് പ്ലസ് എച്ച് എന്ന് വരും. അതായത് നിങ്ങൾക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണോ ഡെറിവേറ്റീവ് വേണ്ടത് അതിനെ നമ്മൾ ടാൻ എക്സ് എന്ന് വിളിച്ചു. ഇനി ഇവിടെ എക്സ് മാറി എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലും എക്സ് മാറി എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതണം. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്നത്, അതായത് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എഫ് ഡാഷ് എക്സ് കാണുന്ന ഫോർമുല. ഡെറിവേറ്റീവിന് പറയുന്നതാണ് എഫ് ഡാഷ് എക്സ്. അത് കാണാൻ ഒരു ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതാണ് ആ ഫോർമുല. നമ്മൾ ആ ഫോർമുല ഇട്ട് കൊടുത്ത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മേളിൽ എഴുതി വെച്ചിരിക്കുന്നത് ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ടാൻ എക്സ് ദ ഹോൾ ഡിവൈഡ് ബൈ എച്ച്. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതി. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ എച്ചിനെ ഈ പിന്നെ ഡിവൈഡ് കിടക്കുന്ന എച്ചിനെ ഞാൻ 1/h എന്നും പറഞ്ഞാൽ അങ്ങോട്ട് സൈഡിലോട്ട് എഴുതിയിട്ട് ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് എന്ന് എഴുതി. ഇപ്പോൾ നിങ്ങൾ നോക്കും മനസ്സിലാവും. ഇത് അകത്തോട്ട് ഗുണിക്കുമ്പോൾ 1 ഇൻറ്റു ന്യൂമറേറ്റർ ഗുണിക്കുമ്പോൾ ഇത് തന്നെ വരും. അടിയിൽ എച്ച് ഈ താഴോട്ട് വരും. അപ്പോൾ ഈ മേളിൽ എഴുതിയിരിക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെ ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തിനിങ്ങനെ എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈൻ ബൈ കോസാന്ന് അറിയാം. അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്റർ വരും, ഇവിടെയും ഡിനോമിനേറ്റർ വരും. പിന്നെ അതിൻ്റെ അടിയിൽ എച്ച് എന്ന് വരാൻ നേരം നിങ്ങൾക്കൊരു സംശയം വരും. അപ്പോൾ ആ സംശയം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ 1/h എന്നും പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പിന്നെ ടാൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈൻ ബൈ കോസാന്നറിയാം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതായത് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും വരും സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു ഞാനിവിടെ ക്രോസ് ചെയ്യും. നമുക്കറിയാം ഒരു ഫ്രാക്ഷൻ മൈനസ് വേറൊരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. അപ്പോൾ ക്രോസ് ചെയ്യാൻ നേരം ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് ഇട്ട് ഇനി ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വരുന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു, ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. ഇനി ഡിനോമിനേറ്റർ തമ്മിൽ കുടിക്കണം. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. നമ്മൾ ഇത്രയും കാര്യം ചെയ്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിൽ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു ഫോർമുല ആയിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. ഇതിൽ നമ്മൾ പഠിച്ചൊരു ഫോർമുല ഓർക്കണം. സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അപ്പം ഈ ഫോർമുലയുടെ റൈറ്റ് സൈഡ് പോലെയാണ് നമുക്ക് ഈ ന്യൂമറേറ്റർ കിടക്കുന്നത്. നോക്കൂ, ഒരു സൈൻ കോസ് മൈനസ് കോസ് സൈൻ. അപ്പോൾ ഇവിടെ പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ എക്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡ് പോലെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. നോക്കൂ, ഒരു സൈൻ വന്നിരിക്കുന്നത് പിന്നെ ഒരു കോസ്.
മൈനസ് വന്നിരിക്കുന്നത്, പിന്നെ ഒരു കോസ് വന്നിരിക്കുന്നത്, സൈൻ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എക്സിന് പകരം വന്നിരിക്കുന്ന എക്സ് പ്ലസ് എച്ച് എന്നും വൈക്ക് പകരം വന്നിരിക്കുന്നത് എക്സ് എന്നുമാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ ഫോർമുല ആയിരിക്കും? ഇതാണ് ആദ്യത്തെ ആംഗിൾ, ഇതാണ് എക്സ് ആയിട്ട് വന്നിരിക്കുന്നത്, ഇതാണ് വൈ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് എന്തിൻ്റെ ഫോർമുല ആയിട്ടാണ് ഇത്, അല്ലെങ്കിൽ എന്തിൻ്റെ ഉത്തരവായിട്ട് ഇത് വന്നിരിക്കുന്നത്? സൈൻ എക്സ് മൈനസ് വൈയുടെ ഉത്തരവായിട്ടാണ് ഈ ഫോർമുല വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ സൈൻ എക്സ് മൈനസ് വൈ എന്ന് എഴുതുന്നതിന് പകരം എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് എന്ന് വരും. അതായത് നമ്മൾ ഈ ഫോർമുലയിൽ ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പോൾ നമ്മൾ എഴുതേണ്ട സൈൻ എക്സ് മൈനസ് വൈ എന്നാണ്. അപ്പോൾ ഇത് എക്സ് ആയതുകൊണ്ട് എക്സ് മൈനസ് വൈ എന്ന് എഴുതും. അതായത് ഇത്രയേ ഉള്ളൂ, ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു, ഇവിടെ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് കിട്ടും സൈൻ എക്സ് പ്ലസ് എച്ച്, ഇത് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ ഇതാണ് സൈൻ്റെ അകത്ത് വരുന്നത്. അതായത് ഇത് നമ്മൾ തുറക്കുമ്പോൾ കറക്റ്റ് ഇതായിട്ട് വരും. സൈൻ എക്സ് മൈനസ് സൈൻ വൈ വെച്ചിട്ട് തുറക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ റിവേഴ്സ് എഴുതിയത് ബൈ അടിയിൽ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ നമുക്കറിയാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു, ഈ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എക്സും എക്സും വെട്ടിപ്പോവും. അതായത് ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ ആ എക്സും ഈ എക്സും കൂടെ വെട്ടിപ്പോയിട്ട് സൈൻ എച്ച് എന്ന് മാത്രം വരും മേളിൽ, ബൈ ഡിനോമിനേറ്ററിൽ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ഇനി നമ്മൾ ഇന്നലെ നമ്മൾ കുറേ തവണ ഉപയോഗിച്ചാണ് സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ സൈൻ എച്ച് ഉണ്ട്, അടിയിൽ എച്ച് ഉണ്ടെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഉണ്ടെങ്കിൽ നമുക്ക് 1 എന്നുള്ള ഉത്തരം കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനിതിനെ ഇങ്ങനെ എഴുതുന്നു, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച്, ഈ സൈൻ എച്ച് എടുത്ത് ഇവിടെ എഴുതുന്നു. അതായത് 1 ഇൻറ്റു സൈൻ എച്ച് എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് അല്ലേ, ആ സൈൻ എച്ച് ഇവിടെ എഴുതുന്നു, ബൈ എച്ച് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളങ്ങോട്ട് മാറ്റി, അപ്പോൾ മിച്ചം ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് മാറ്റിക്കുമ്പോൾ ഇതിൻ്റെ മേളിലെന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഇൻറ്റു 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. നിങ്ങൾക്കറിയാം സൈൻ എച്ച് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു സൈൻ എച്ച് എന്നാണ്. അപ്പോൾ നമ്മളിവിടുന്ന് സൈൻ എച്ചിന് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നോക്കുക, 1നെ ഇപ്പുറത്തോട്ട് എഴുതി, സൈൻ എച്ചിന് ഇപ്പുറത്തോട്ട് എഴുതി. ഇപ്പോൾ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ബി ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ. അതുപോലെ തന്നെ ഞാൻ സൈൻ എച്ചിനെ എടുത്ത് ഇപ്പുറത്ത് എഴുതി, അപ്പോൾ 1നെ എടുത്ത് അപ്പുറത്തോട്ട് എഴുതി. അങ്ങനെ എഴുതിയെന്ന് കരുതിയാലും മതി. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇൻറ്റു ആയതുകൊണ്ട് എങ്ങനെ വേണേൽ നമുക്ക് എഴുതാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് റൂൾ. ഇനി ഞാൻ 2 പേർക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു, ആദ്യത്തെ ആക്കി ലിമിറ്റ് കൊടുത്തു, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. 2 പേർക്ക് ലിമിറ്റ് കൊടുത്തു. ഇവിടെ നിങ്ങൾക്കറിയാം നമുക്ക് കറക്റ്റ് ഫോർമുല എന്നറിയാം. അപ്പോൾ 1 ഇൻറ്റു എന്ന് വരും. ഇത് കറക്റ്റ് സൈൻ എക്സ് ബൈ എക്സ്, എക്സ് ടെൻസ് ടു 0 അത് 1 ആണെന്നറിയാം. അപ്പോൾ എക്സിന് പകരം വൈ വന്നാലും എച്ച് വന്നാലും ഇസഡ് വന്നാലും ഒക്കെ സെയിം ഉത്തരം വരും. നമ്മൾ കുറേ തവണ പറഞ്ഞു. ഇനി ഇവിടെ എച്ച് ടെൻസ് ടു 0 എന്ന് പറയുന്നത്, എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എച്ച് കാണുന്നിടത്ത് 0 ഇടാനാണ് പറയുന്നത്. അപ്പോൾ 1 ബൈ കോസ് എക്സ് പ്ലസ് 0, ഇവിടെയാണ് എച്ച് കാണുന്നത്, അപ്പോൾ അവിടെ 0 ഇട്ട് ഇൻറ്റു കോസ് എക്സ്. ഇതിൻ്റെ അടിയിൽ ഒരു കോസ് എക്സും കൂടെ ഉണ്ട്, അപ്പോൾ എഴുതി. ഇനി ഈക്വൽ ടു 1 ബൈ കോസ് എക്സ് പ്ലസ് 0 എന്ന് വെച്ചാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ഇത് 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീക്കാന്നറിയാം. 1 ബൈ കോസ് എന്ന് വെച്ചാൽ സീക്ക്. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ എന്ന് വെച്ചാൽ സീക്ക് സ്ക്വയർ എക്സ്. അതായത് 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക്. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ ആണെന്ന് വരുമെന്ന് നമുക്കറിയാം. ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഓർത്തിരിക്കാനുണ്ട്. 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്കാണ്, സീക്കല്ല കൊസീക്ക്. 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്ക്. അപ്പോൾ ഇത് ഓർക്കണം. 1 ബൈ കോസ്, സിയിൽ തുടങ്ങുമ്പോൾ എസ് ആണ് അതിൻ്റെ ഉത്തരം. സിയിലുള്ളതിൻ്റെ റെസിപ്രോക്കൽ എസ്, ഇനി എസ്സിലുള്ളതിൻ്റെ റെസിപ്രോക്കൽ സി. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്ക്, 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്ക്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെന്താ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് എന്നും, അതുപോലെ തന്നെ കോട്ടെക്സിൻ്റെ നമ്മൾ കൊസീ സ്ക്വയർ എക്സ് എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ടെക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. കോട്ടെക്സിന് ഞാൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഏതൊരു ചോദ്യവും ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്തിനാണോ ഡെറിവേറ്റീവ് ചെയ്യേണ്ടത് അതിന് എഫ് എന്ന് വിളിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ് എന്ന് വരും. ഓക്കെ, ഇനി
ഇനി നമുക്ക് ഫോർമുല ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഒരാളും കൂടെ വേണം. ഏതാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും കൂടെ വേണം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എഴുതി. അപ്പോൾ എക്സ് മാറി എക്സ് പ്ലസ് എച്ച് എന്ന് വന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ എക്സ് മാറ്റി എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതണം. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കാണാനുള്ള ഫോർമുല എഫ് ഡാഷ് എക്സ്. ഡാഷ് എക്സ് എന്ന് വെച്ചാൽ എഫിൻ്റെ ഡെറിവേറ്റീവ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. നേരത്തെ പോലെ തന്നെ സെയിം ഫോർമുല ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? കോട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് കോട്ട് എക്സ് ബൈ എച്ച്. ഏകദേശം നേരത്തെ പോലൊക്കെ തന്നെയാണ്. അവസാനം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു ചേഞ്ച്. ഇനി നിങ്ങൾ നോക്കണം, ഈ 1/h ഞാൻ ഇങ്ങനെ എഴുതി. എച്ച് ടെൻസ് 0 1/h എന്ന് പറഞ്ഞിങ്ങോട്ട് മാറ്റി നിർത്തി. ബാക്കി ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന കോട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് കോട്ട് എക്സ് എന്ന് വരും. ഈ കോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടാൻ്റെ റെസിപ്രോക്കലാണ് ഈ കോട്ട് എന്ന് പറഞ്ഞാൽ. അതായത് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ എന്ത് കിട്ടും? തല തിരിച്ചെഴുതിയാൽ മതി. കോസ് ബൈ സൈൻ. കോസ് ബൈ സൈൻ ആണ് കോട്ട്. അപ്പോൾ കോട്ട് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ് പ്ലസ് എച്ച് ബൈ സൈൻ എക്സ് പ്ലസ് എച്ച് എന്ന് വരും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു കോട്ട് എന്ന് പറഞ്ഞാൽ എന്തോ? കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്. അപ്പോൾ ഇത് കോസ് എക്സ് പ്ലസ് എച്ച് ബൈ സൈൻ എക്സ് പ്ലസ് എച്ച് എന്ന് വരും. മൈനസ് ഈ കോട്ടിന് നമുക്കറിയാം കോട്ടെന്ന് പറഞ്ഞാൽ എന്തോ? കോസ് ബൈ സൈൻ ആണ്. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് വരും. ഇനി ഞാനിത് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു ഞാനിങ്ങനെ ക്രോസ് ചെയ്യുന്നു. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇങ്ങനെയും ക്രോസ് ചെയ്ത് ഇങ്ങനെയും ക്രോസ് ചെയ്ത് ബൈ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് എന്ന് വന്നു. അപ്പോൾ തൊട്ടു മുമ്പത്തെ ചോദ്യം പോലൊക്കെ തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ തൊട്ടു മുമ്പത്തെ ആയിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിന്. നമ്മൾ തൊട്ടു മുമ്പ് എഴുതിയപ്പോഴത്തേക്കും സൈൻ എക്സ് കോസ് എക്സ് പിന്നെ മൈനസ് കോസ് എക്സ് സൈൻ എക്സ് എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് പുറത്തെടുത്താൽ ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. അതായത് ഞാൻ പറയുന്നത് എ മൈനസ് ബിയുടെ അകത്തുനിന്ന് നെഗറ്റീവ് പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബി മൈനസ് എ എന്ന് വരും. അതായത് തിരിഞ്ഞു വരും. ബി ആദ്യം വരും, എ രണ്ടാമത് വരും. അത് ബിയുടെ ചിഹ്നം എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ബി എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. എ പോസിറ്റീവ്. ഒരു നെഗറ്റീവ് പുറത്തെടുത്താൽ ബി പോസിറ്റീവ് ആവും, എ നെഗറ്റീവ് ആവും. അതായത് ഇത് തിരിഞ്ഞു വരുമെന്ന് ഓർത്താൽ മതി. നെഗറ്റീവ് പുറത്തെടുത്താൽ ബി ആദ്യം വരും, എ രണ്ടാമത് വരും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് കണക്ക് തന്നെ ഇവിടുന്ന് ഞാൻ നെഗറ്റീവ് പുറത്തെടുക്കുന്നു. നെഗറ്റീവ് പുറത്തെടുത്താൽ നമുക്ക് വരുന്ന ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഒരു മൈനസ് പുറത്തെടുക്കുന്നു. അപ്പോൾ ഇത് മൈനസ് പുറത്തോട്ട് വരാൻ നേരം ഇത് -1 എന്ന് വരും. -1/h. ഇനി നിങ്ങൾ നോക്കണം, ഇത് തിരിഞ്ഞു വരാൻ നേരം ഇത് ആദ്യം, അതായത് ഇതാണ് എ, ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ ഇത് തിരിഞ്ഞു വരുമ്പോൾ ഇതെടുത്ത് ആദ്യം എഴുതിയാൽ മതി. ഇത് ഒറ്റ ടൈം, ഇൻഡ്യൂ ആകുമ്പോൾ ഒറ്റ ടൈമാണ്. പ്ലസും മൈനസും ഇട്ട് തിരിക്കുന്നതാണ് പല പല ടൈം. അപ്പോൾ ഇതിനെടുത്ത് ആദ്യം എഴുതി. അതായത് സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ഇത് ആദ്യം വന്ന് ഇത് രണ്ടാമത് വന്ന് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ അടിയിൽ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ നമ്മൾ മൈനസ് പുറത്തെടുക്കുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. മൈനസ് പുറത്തെടുക്കുവാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആൾ നെഗറ്റീവാവും, നെഗറ്റീവായിട്ടുള്ള ആൾ പോസിറ്റീവാവും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആരായിരുന്നു? നെഗറ്റീവ് ഉള്ളത് ഇതിനായിരുന്നു, ഈ ടൈമിനായിരുന്നു നെഗറ്റീവ് ഉള്ളത്. അപ്പോൾ അത് പോസിറ്റീവായി. അപ്പോൾ അതെടുത്ത് ആദ്യം എഴുതി. ഇനി ഇവൻ പോസിറ്റീവായിരുന്നു, അതിൽ നിന്നൊരു നെഗറ്റീവ് എടുത്തപ്പോൾ അതെന്തായി? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് എടുത്തപ്പോൾ അതെന്തായി? നെഗറ്റീവ്. അത് രണ്ടും ഓപ്പോസിറ്റ് സൈനായി. എന്താ അങ്ങനെ വന്നത്? മൈനസ് പുറത്തെടുത്തപ്പോൾ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, തൊട്ട് മുമ്പത്തെ ഫോർമുല പോലെ സൈൻ എക്സ് കോസ് ബൈ മൈനസ് കോസ് എക്സ് സൈൻ ബൈ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് അത് എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല നിങ്ങൾ നോക്കുക, സൈന് പിന്നെ കോസ് മൈനസ് കോസ് സൈൻ. അപ്പോൾ ഏത് ഫോർമുല? കോസ് എക്സ് മൈനസ് വൈ എന്നുള്ള ഫോർമുലയാണ്. അത് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ ബൈ. അപ്പോൾ ഈ ഫോർമുലയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഫോർമുലയുടെ റൈറ്റ് സൈഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എക്സിന് പകരം വന്നിരിക്കുന്ന എക്സ് പ്ലസ് എച്ച് എന്നും വൈക്ക് പകരം വന്നിരിക്കുന്ന എക്സ് എന്നും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് മാറ്റിയാൽ മതി. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് എന്നും വൈക്ക് പകരം ഇവിടെ സൈഡിൽ ചില ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന നോക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എക്സ് പ്ലസ് എച്ച് എന്നും
വൈയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എക്സ് എന്നുമാണ്. അപ്പം നിങ്ങൾ ഈ ഫോർമുലയിൽ ഇതിൻ്റെ ഇടത്തെ സൈഡിൽ നമ്മൾ ഈ ഫോർമുല റിവേഴ്സ് ഉപയോഗിക്കുവാണ്. റിവേഴ്സ് അതായത് തിരിച്ചുപയോഗിക്കുവാണ്. ഈ ഫോർമുലയുടെ റൈറ്റ് സൈഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഷോർട്ടാക്കാൻ, അത് കുറച്ച് ചെറുതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മളോട് ലെഫ്റ്റ് സൈഡ് ചോദിച്ചാൽ നമുക്ക് റൈറ്റ് സൈഡ് എഴുതാൻ അറിയാം. റൈറ്റ് സൈഡാണ് ചോദിക്കുന്നത്, തിരിച്ച് ലെഫ്റ്റ് സൈഡ് എഴുതാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ ഈ ഫോർമുലയുടെ റൈറ്റ് സൈഡ് എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എക്സിന് പകരം വന്നിരിക്കുന്ന എക്സ് പ്ലസ് എച്ച് എന്നും വൈക്ക് പകരം വന്നിരിക്കുന്നത് എക്സ് എന്നുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുലയിൽ എക്സിന് പകരം എന്തിടണം, എക്സ് പ്ലസ് എച്ച് എന്നിടണം, വൈക്ക് പകരം എന്തിടണം, എക്സ് ഇടണം. അപ്പോൾ അതാണ് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -1/h അതുപോലെ എഴുതി. ഇവിടെ വരുന്നത് സൈൻ എക്സ് മൈനസ് വൈയുടെ രൂപത്തിലാണ് വരുന്നത്. അതായത് സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് എന്തോ വന്നിരിക്കുന്നത്, എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് മൈനസ് വൈ എന്നെഴുതണം. സൈൻ എക്സ് മൈനസ് വൈ എന്നല്ലേ, ആ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് എന്നും വൈയുടെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് എന്താ വന്നിരിക്കുന്നത്, എക്സ് എന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ഇട്ട് ഡിനോമിനേറ്റർ ഒന്നും നമ്മൾ മാറ്റുന്നില്ല. സൈൻ എക്സ് പ്ലസ് എച്ച് അതുപോലെ തന്നെ സൈൻ എക്സും അതുപോലെ തന്നെ. ഇനി നിങ്ങൾ നോക്കാൻ മനസ്സിലാവും, ഈ സൈൻ്റെ അകത്ത് ഈ മൈനസ് എക്സും എക്സും കൂടെ വെട്ടിപ്പോയി. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -1/h ഇൻറ്റു ഇതിൻ്റെ മേളിൽ എന്ത് വരും, സൈൻ എക്സും എക്സും വെട്ടിപ്പോയാൽ എച്ച് മാത്രം വരും. സൈൻ എച്ച് ബൈ അടിയിൽ എന്ത് വരും, സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫോർമുല ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത ഫോർമുല ഇവിടെയും വരുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അത് കുഴപ്പമില്ല, ഈ മൈനസിന് നമുക്ക് ആവശ്യമില്ല, സൈൻ എച്ചും എച്ചും മതി. അപ്പോൾ ഈ മൈനസിന് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവനെ അങ്ങോട്ട് ഇടുന്നു, ഇതിനെ തിരിച്ചിങ്ങോട്ട് ഇടുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് 0, നമുക്ക് ഈ മൈനസിനെ വേണ്ട, നമുക്ക് സൈൻ എച്ചിനെ മതി. അപ്പോൾ സൈൻ എച്ചിനെ എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു, ഈ വണ്ണിൻ്റെ സ്ഥാനത്ത് -1ൻ്റെ സ്ഥാനത്തോട് ഇടുന്നു. അപ്പോൾ സൈൻ എച്ച് ബൈ അടിയിലൊരു എച്ച് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി ഇങ്ങനെ ഇത് അടുപ്പിച്ചെഴുതുന്നത് നമുക്കറിയാം. ഇത് ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി സൈൻ എക്സ് ബൈ എക്സ് എക്സ് ടെൻസ് 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണെന്നറിയാം. അപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈൻ എച്ചിന് ഇങ്ങോട്ട് എഴുതി, -1നെ അപ്പുറത്തോട്ട് എഴുതി. അപ്പോൾ ഇൻറ്റു -1 സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് എന്ന് വന്നു. ഇനി നോക്കുക, ഞാൻ രണ്ടുപേർക്ക് ലിമിറ്റ് കൊടുക്കുന്നു. രണ്ടുപേർക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ആദ്യത്തെ ആക്കി ലിമിറ്റ് കൊടുത്ത് ഇൻറ്റു രണ്ടാമത്തെ ആക്കി ലിമിറ്റ് കൊടുക്കുന്നു ഇൻറ്റു ലിമിറ്റ് -1 സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ രണ്ട് പേർക്ക് ഞാൻ ലിമിറ്റ് കൊടുത്തു. അതായത് ലിമിറ്റ് എടുത്ത് ഇതിനും കൊടുത്ത്, ലിമിറ്റ് എടുത്ത് ഇതിനും കൊടുത്ത്, രണ്ട് ടേമിനും കൊടുത്ത്, അല്ലെങ്കിൽ രണ്ട് ഗുണിച്ച് കിടക്കുന്ന രണ്ട് പേർക്ക് നമ്മൾ കൊടുത്ത്. ഇനി ഇത് കറക്റ്റ് ഫോർമുല എന്നറിയാം. അപ്പോൾ ഈക്വൽ ടു 1 എന്ന് വരും. 1 ഇൻറ്റു ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അല്ലേ, രണ്ട് സ്ഥലത്തും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എച്ച് കാണുന്നിടത്ത് 0 എന്ന് കൊടുത്തോളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ അകത്ത് ഇത് 1 ആയിപ്പോയി, ഇതിൻ്റെ അകത്ത് എച്ച് കാണുന്നിടത്ത് ഞാൻ 0 എന്നിടാൻ പോകും. അപ്പോൾ -1 എച്ച് കാണുന്ന ഇവിടെയാണ് എച്ച് കാണുന്നത്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് 0 എന്ന് വരും, അതായത് സൈൻ എക്സ് എന്ന് വരും ഇൻറ്റു പിന്നെ ഒരു സൈൻ എക്സ് ഉണ്ട്. അപ്പം ഇവിടെ സൈൻ എക്സ് പ്ലസ് 0 എന്നാണ് വരുന്നത്. അപ്പോൾ അത് സൈൻ എക്സ് എന്ന് വരും, ഞാൻ എഴുതിയില്ല. അപ്പോൾ ഇത് ഇതിങ്ങനെ കിടക്കുന്ന -1 സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. അതായത് സൈൻ എക്സും കൂടെ ഗുണിച്ചാൽ സൈൻ സ്ക്വയർ എന്ന് വരും. ആർക്കെങ്കിലും സംശയം കൊണ്ട് ശ്രദ്ധിക്കുക, സൈൻ എക്സ് പ്ലസ് ഇവിടെ ഇത് എച്ച് എഴുതാത്ത കാര്യം എച്ച് 0 ആയിപ്പോയി. അപ്പോൾ ഇത് സൈൻ എക്സ് എന്ന് മാത്രം വന്നു, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് വന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. അതാണെന്ന് വെച്ചാൽ -1 സൈൻ സ്ക്വയർ എക്സ് എന്ന് വന്നു. ഈ -1 വന്ന് 1 ഇൻറ്റു -1. ഇനി നോക്കുക, 1 സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊസീക്കാണെന്നറിയാം. അപ്പോൾ 1 സൈൻ സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് കിട്ടും, കൊസീക് സ്ക്വയർ എന്ന് കിട്ടും, കൊസീക് സ്ക്വയർ. അതായത് ഇത്രയേ ഉള്ളൂ, 1 സൈൻ എന്ന് വെച്ചാൽ കൊസീക്കാണ്. അപ്പോൾ 1 സൈൻ സ്ക്വയർ എന്ന് വെച്ചാൽ കൊസീക് സ്ക്വയർ ആണ്. പിന്നെ ഒരു നെഗറ്റീവ് ഉണ്ട്, ആ നെഗറ്റീവ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. അതായത് നമ്മൾ കോട്ടിൻ്റെ ഡെറിവേറ്റീവ് കണ്ടപ്പോൾ നമുക്കെന്ത് കിട്ടി, കോട്ടിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് -കൊസീക് സ്ക്വയർ എന്ന് കിട്ടി. ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ട് നമുക്ക്, സീക്കും കൊസിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇത് ഫോർമുലകളൊക്കെ നോക്കുക.